ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാലഡൂൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഭയങ്കര സിമ്പിളും അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. പൊരികടല എന്നും ഇതിന് പറയും. അപ്പോൾ ഇത് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്ന സെയിം ബൗൾ തന്നെയാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഏത് മെഷറിംഗ് കപ്പാണോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പ് അളവിൽ വരും. എന്നിട്ട് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ടിട്ട് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സി ജാറ് നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ നോക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് കിട്ടും. ഇനി നമുക്ക് നെയ്യ് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ആ പൊടി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഈ മിക്സിലേക്ക് ഈ ചൂട് നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നെയ്യും ആ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചും കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഈ ചെറു ചൂടുണ്ടല്ലോ, ഇപ്പം ആ ചെറു ചൂടോടുകൂടി തന്നെ ഷേപ്പ് ഏതാണോ വേണ്ടത് അതിലേക്ക് ആക്കിയെടുക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ലഡ്ഡു പോലെ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ കൊണ്ട് ഇതേപോലെ ഒന്ന് എനിക്ക് വേണ്ട ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാലഡൂൻ്റെ റെസിപ്പി. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.